നമ്മൾ ഡോർ തുറന്ന് വാഹനത്തിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നമ്മൾ ഇരിക്കുന്നതിനായി പോവുകയാണെന്ന് വയ്ക്കുക. നിങ്ങൾ ആദ്യം പഠിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്ന് നോക്കുന്നു. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ വലതുഭാഗത്തായി ഇവിടെ ഇതുപോലൊരു ക്ലിപ്പ് കാണും. ഈ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കിൽ ചാരുന്ന സാധനത്തിന് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്ലിപ്പിൽ ഇങ്ങനെ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഫസ്റ്റ് വരുന്ന ഒന്ന്. രണ്ടാമെന്ന് പറയുന്നത് ഇവിടെയായി നിങ്ങൾ കാണാം ഒരു ലിവർ ഉണ്ടാവും. ഈ ലിവറിൽ നിങ്ങളിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പ്രസ് പിടിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റിനെ മുന്നിലേക്കും പുറകിലേക്കും ഇങ്ങനെ നീക്കുന്നതിനും സാധിക്കും. കൂടാതെ പുതുതായി വരുന്ന വാഹനങ്ങളാണെങ്കിൽ ഇവിടെയായി ചെറിയൊരു മുകളിലേക്ക് പുള്ളി ചെയ്യുന്ന ഒരു സ്വിച്ച് ഉണ്ടാവും. ഇതിൽ നമുക്ക് ഇതിന്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പൊസിഷൻ എങ്ങനെ വരണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൈകൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ സീറ്റിൽ സ്റ്റഡിയായിരുന്നുകൊണ്ട് നമ്മൾ സാധാരണ ഇരിക്കുമ്പോൾ ഇരുന്ന് നമ്മുടെ കൈകൾ ഇങ്ങനെ വെച്ചാൽ നമ്മുടെ രണ്ട് റിസ്റ്റിന്റെ ഈ ഭാഗം സ്റ്റിയറിംഗിലേക്ക് ഈ രീതിയിൽ വരുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളുടെ നോട്ടം നേർരേഖയിൽ ഗ്ലാസിന്റെ ഫ്രണ്ടിൽ കൂടി ഫ്രണ്ടിലേക്ക് കിട്ടുന്ന രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കാലുകൾ ക്ലച്ച് പൂർണ്ണമായും ചവിട്ടി കഴിഞ്ഞാലും നിങ്ങളുടെ കാല് നിവരാതെ കുറച്ച് ഭാഗം ബാക്കി ഉണ്ടാവണം. അതായത് ക്ലച്ച് നിങ്ങൾ പൂർണ്ണമായും ചവിട്ടി വെച്ചിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ചവിട്ടുന്നതിനുള്ള കുറച്ചുകൂടെ ഒരു പൊസിഷൻ നിങ്ങളുടെ കാലിൽ ബാക്കിയുള്ള രീതിയിലായിരിക്കണം നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ ബ്രേക്കും ചവിട്ടി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കാലിന്റെ ഈ ഒരു ഭാഗം പൂർണ്ണമായി നിവർന്നു പോകാത്ത രീതിയിൽ ബാക്കിയുടെ ഉണ്ടാകണം. ഇങ്ങനെയാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ നോക്കുന്നത് സീറ്റ് ബെൽറ്റ് ഇടുന്നതിനെ കുറിച്ച്. സീറ്റ് ബെൽറ്റ് ഇടുന്നതിന് വളരെ ഈസിയായി നിങ്ങൾക്ക് ചെയ്യുന്നതിനായി നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് നമ്മുടെ വലതു ഭാഗത്തുനിന്നും ഈ സീറ്റ് ബെൽറ്റിനെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് പുൾ ചെയ്ത് കൊണ്ടുവരുന്നു. ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഈ ഒരു ക്ലിപ്പിൽ ഇങ്ങനെ പിടിച്ച് നമുക്ക് വളരെ ഈസിയായി ഇവിടെ കൊണ്ടുവന്ന് സീറ്റ് ബെൽറ്റ് ഇടുന്നതിനെ സാധിക്കും. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഈ രീതിയിലാണ് ഇടേണ്ടത്. ഇങ്ങനെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സീറ്റ് ബെൽറ്റ് ഇടുന്നതിനായി സാധിക്കുന്നു. നമ്മളിപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടു. അടുത്തതായി നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇതിനടുത്തായിട്ട് തന്നെ വേറൊരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഈ ഒരു ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ വാഹനം നിർത്തുന്നതിനും ഏതെങ്കിലും ഭാഗത്ത് കയറ്റത്തിലോ മറ്റ് കയറ്റത്തിൽ കയറുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുന്നതിന് മുന്നേ ആയി ഈ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കും. ഈ ഹാൻഡ് ബ്രേക്കിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ബാക്കിലെ വീലുകളെ സ്റ്റോപ്പ് ചെയ്യുന്നതിനായി ബൗഡൻ മുഖേന ചെയ്തിരിക്കുന്ന ഒരു മെക്കാനിക്കൽ സെക്ഷനാണ് ഹാൻഡ് ബ്രേക്ക്. ഇത് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നതിന് എപ്പോഴും നിങ്ങൾ ബ്രേക്കിൽ കാല് വയ്ക്കുക, ബ്രേക്ക് വെട്ടിക്കൊള്ളുക. തുറന്നുമ്പോൾ ഇതിന് മുകളിലായി ചെറിയൊരു അകത്തേക്ക് പുഷ് ചെയ്യാൻ പറ്റുന്ന സാധനമുണ്ട്. ഇതിനെങ്ങനെ പുഷ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് താഴേക്ക് ആക്കിയാൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ആവുന്നതും അതേസമയം മുകളിലേക്ക് ഇങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ഓൺ ആവുന്നതുമാണ്. അപ്പോൾ ഇത് നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളേ ഉള്ളൂ. നിങ്ങൾ വാഹനം ഓടിക്കുന്നതിന് മുന്നേ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണിത്. നമ്മൾ ഹാൻഡ് ബ്രേക്കിനെ പറ്റി മനസ്സിലാക്കി അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്. ഇതിൽ കാലുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേത് ABC എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആദ്യത്തേത് ആക്സിലേറ്റർ. ആക്സിലേറ്റർ എന്ന് പറയുന്നത് വാഹനത്തിന്റെ വേഗത കൂട്ടുന്നതിനും നമ്മളിതിൽ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് വേഗത കൂടുകയും കാലെടുക്കുന്നതനുസരിച്ച് വേഗത കുറയുകയും ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ വേഗത കൂടുന്നു, കാലെടുക്കുമ്പോൾ വേഗത കുറയുന്നു. പ്രസ് ചെയ്യുമ്പോൾ വേഗത കൂടുന്നു, കാലെടുക്കുമ്പോൾ വേഗത കുറയുന്നു. ഇതാണ് ആക്സിലേറ്റർ. എന്ന് പറയുന്ന ഇതിൽ വരുന്നത് ആക്സിലേറ്റർ ആണ്. രണ്ടാമതായി വരുന്നത് ബ്രേക്കാണ്. ബ്രേക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് വണ്ടി നിർത്തുന്നതിനോ വേഗത കുറയ്ക്കുന്നതിനായി ആണ് ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് എന്ന് പറയുന്നത് വണ്ടി നിർത്തുന്നതിനോ വേഗത കുറയ്ക്കുന്നതിനോ ഉപയോഗിക്കുന്നു. ഇതങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തത് ക്ലച്ച് എന്ന് പറയുന്ന ഭാഗം. ക്ലച്ച് എന്ന് പറയുന്നത് ഗിയർ ഇടുന്നതിന് മുമ്പേ ക്ലച്ച് പൂർണ്ണമായും ഇതുപോലെ കാലിന്റെ പാദം ഉപയോഗിച്ച് ക്ലച്ച് പൂർണ്ണമായും ചവിട്ടിയിട്ട് വേണം നമ്മുടെ ഗിയർ മാറുന്നതിനായി ഉപയോഗിക്കേണ്ടത്. എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം റിലീസ് ചെയ്യുന്നതിനായിട്ടാണ് ക്ലച്ച് ഉപയോഗിക്കുന്നത്. ഇത്രയും മാത്രം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. 3 ഭാഗങ്ങളാണ് വരുന്നത്. ഒന്ന് A, 2 B, മൂന്നാമത്തത് C. ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇത് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം ചെരുപ്പ് ഉപയോഗിക്കാതെ കാര്യങ്ങൾ ശീലിക്കുക. ആക്സിലേറ്ററും ബ്രേക്കും ക്ലച്ചും ഉപയോഗിക്കുന്നതിനായി ആദ്യം നിങ്ങൾ ചെരുപ്പ് ഉപയോഗിക്കാതെ ശീലിക്കുക. കാരണം നിങ്ങളുടെ വേഗതയും മറ്റും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെരുപ്പ് ഉപയോഗിച്ചു തുടങ്ങുക. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായി ചെരുപ്പ് ഉപയോഗിക്കാതെ അത് ശീലമായി പോകും. ആദ്യത്തെ കുറച്ച് ദിവസം മാത്രം ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി ഒന്ന് മനസ്സിലാക്കുന്നതിനായി ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കുക. തുറന്ന് നിങ്ങൾ ചെരുപ്പ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ എപ്പോഴും ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കാലിന്റെ പെരുവിരൽ മാത്രം ഉപയോഗിച്ച് ആക്സിലേറ്റർ കൊടുക്കുന്നതിനായി നിങ്ങൾ ശീലിക്കുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ വേഗതയൊക്കെ നിയന്ത്രിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും സാധിക്കും. തുടർന്ന് നിങ്ങൾ ബ്രേക്കിലേക്കാണ് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ കാലിന്റെ ഈ ഒരു പാദം ഈ ഫ്രണ്ട് ഭാഗം ഉപയോഗിച്ച് ചവിട്ടുന്നതിനായി ശ്രദ്ധിക്കുക. ഇതുപോലെ നിങ്ങൾ ബ്രേക്ക് ചെയ്യുവാൻ പഠിക്കുക. കാലിന്റെ ഈ ഒരു ഭാഗം മുഴുവനായി ഉപയോഗിച്ചുകൊണ്ട് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ക്ലച്ചിലായാലും ശരി തന്നെ ഇതുപോലെ കാല് വരുന്ന രീതിയിൽ വെച്ച് ക്ലച്ച് ചവിട്ടുകയും ശീലിക്കുക. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗിയർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഇവിടെ കാണുവാൻ സാധിക്കും. ഗിയർ എങ്ങനെയൊക്കെ മാറുന്നു എന്നുള്ളതിനെ പറ്റി ഞാനൊന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു വാഹനത്തിൽ സാധാരണ ഇറങ്ങുന്ന ഇപ്പോഴുള്ള വാഹനങ്ങളിൽ 6 ഗിയറുകളായിരിക്കും ഉണ്ടാവുക. 5 ഫോർവേഡ് ഗിയറും 1 റിവേഴ്സ് ഗിയറും ആയിരിക്കും. അപ്പോൾ ഈ ഗിയർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എഞ്ചിനുമായിട്ടുള്ള ക്ലച്ച് ഉപയോഗിച്ച് എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം വേർപെടുത്തിയതിനു ശേഷം ക്ലച്ച് ചവിട്ടിയിട്ട് വേണം നിങ്ങൾ ഗിയർ മാറുവാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഗിയർ മാറുന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഗിയറിന്റെ പൊസിഷൻ നിങ്ങൾ ഗിയർ നിർത്തി മാറുന്നതിന് മുന്നേ ആയി ഹാൻഡ് ബ്രേക്ക് ഓൺ ആണോ എന്ന് ആദ്യം പരിശോധിക്കുക. വാഹനം ഓടിച്ചു തുടങ്ങിയിട്ടില്ല,
അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് എപ്പോഴും ഓണാണെന്ന് പരിശോധിച്ചിട്ട് വേണം നമ്മൾ ഗിയറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ആളാണെങ്കിൽ ഗിയറിന്റെ പൊസിഷൻ മനസ്സിലാക്കുക. കൈ ഇങ്ങനെ വരേണ്ടത്, ഇങ്ങനെയാണ് വരേണ്ടത്. ഫസ്റ്റ് ഗിയർ ഇടുന്നതിനായി കൈ ഇങ്ങനെ വരുന്നു, മുകളിലേക്ക് പ്രസ് ചെയ്യുന്നു, ഇത് ഫസ്റ്റ് ഗിയറിലേക്ക് പോകുന്നു. തുടർന്ന് നമ്മൾ അവിടെ നിന്നും ക്ലച്ച് ചവിട്ടിക്കൊണ്ട് തന്നെ കൈ ഇതേ പൊസിഷനിൽ തന്നെ വന്നു, ഇതേക്ക് വന്നു, തിരിച്ച് വീണ്ടും താഴേക്ക് വരുമ്പോൾ സെക്കൻഡ് ഗിയർ ആവുന്നു. ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് ഇങ്ങനെ തള്ളി ഒന്നുകൂടി ക്ലച്ച് ചവിട്ടി മുകളിലേക്ക് പ്രസ് കഴിഞ്ഞാൽ തേർഡ് ഗിയറിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ താഴേക്ക് വന്നു, വീണ്ടും ഇതേ രീതിയിൽ കൈ വെച്ച് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഫോർത്ത് ഗിയറിലേക്ക് വീഴുന്നു. ഫോർത്ത് ഗിയറിൽ നിന്നും ക്ലച്ച് ചവിട്ടി മുകളിലേക്ക് തള്ളി കൈയിലെ പൊസിഷൻ ഇതേക്ക് മാറുന്നു, ഇതുപോലെ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ഗിയറായി. തുടർന്ന് നമ്മൾ വാഹനം നിർത്തിയതിന് ശേഷം റിവേഴ്സ് ഗിയർ ഇടുന്നതിനായി ഇതുപോലെ താഴേക്ക് വലിച്ചു, ഇതുപോലെ സൈഡിലേക്ക് പ്രസ് ചെയ്തുകൊണ്ട് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ്. നമ്മൾ നോക്കുന്നത് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് വാഹനത്തെ ഇടതുഭാഗത്തേക്കും വലതുഭാഗത്തേക്കും തിരിക്കുന്നതിനായിട്ടാണ് സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കുന്ന പൊസിഷനാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പുതിയ വാഹനങ്ങൾ എയർ ബാഗെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗിന്റെ പൊസിഷൻ വളരെ പ്രധാനമാണ്. സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക. പരിശീലിക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ പരിശീലിക്കുക. സ്റ്റിയറിംഗിൽ 2 രീതിയിൽ മാത്രം കൈകൾ ഉപയോഗിക്കുക. നിങ്ങളുടെ നിങ്ങൾ ക്ലോക്കിലേക്ക് നോക്കിയാൽ നിങ്ങൾ കാണാം 9-3 എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും, 10-2 എന്ന ഒരു പൊസിഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് 9-3 പൊസിഷനിലോ 10-2 പൊസിഷനിലോ ആയിരിക്കണം നിങ്ങൾ സ്റ്റിയറിംഗിൽ കൈകൾ വയ്ക്കേണ്ടത്. സ്റ്റിയറിംഗിൽ ഒരിക്കലും ക്രോസായി ഇങ്ങനെ കൈ വരുന്ന രീതിയിലോ ഒരു സൈഡ് മാത്രം വെച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ട് പോകുന്ന രീതിയിലോ മറുഭാഗത്തേക്ക് തിരിച്ചുകൊണ്ട് പോകുന്ന രീതിയിലോ തിരിക്കരുത്. ആദ്യം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൈകൾ പാരലായി തന്നെ വെച്ച് ഇതുപോലെ റെഫറൻസ് ചെയ്ത് ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റിയറിംഗ് നിങ്ങൾ തിരിക്കുവാൻ പരിശീലിക്കും. സ്റ്റിയറിംഗ് കഴിഞ്ഞാൽ സ്റ്റിയറിംഗിന് തൊട്ടടുത്തായി ഇതുപോലെ നിങ്ങൾക്കൊരു സ്വിച്ച് കാണുവാനായി സാധിക്കുന്നതാണ്. ഈ ഒരു സ്വിച്ചിനകത്ത് മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ഉള്ള ഒരു സ്വിച്ചാണ്. നമ്മുടെ ഇൻഡിക്കേറ്ററുകൾ വരുന്നത് ഈ സ്വിച്ചിലാണ്. ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോളുക. നിങ്ങൾ വാഹനം എവിടെ നിർത്തിയിട്ടെടുത്താലും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ആദ്യമേ തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നുമ്പോൾ തന്നെ നിങ്ങൾ ഇൻഡിക്കേറ്റർ വഴി മുന്നിലും പുറകിലുമുള്ള വാഹനങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം തെളിയിക്കുന്നതിനായി ഇൻഡിക്കേറ്റർ നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം. നിങ്ങൾ ഇടത് സൈഡിൽ നിർത്തിയിരിക്കുന്ന വാഹനം നിങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഇങ്ങനെ നിൽക്കുന്ന സാധനത്തിനെ താഴേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം വലത്തേക്കുള്ള ഇൻഡിക്കേറ്ററുകൾ തെളിയുന്നതായിരിക്കും. വലത് ഭാഗത്തേക്കുള്ള ഇൻഡിക്കേറ്ററുകൾ ഇങ്ങോട്ടാക്കുമ്പോൾ തെളിയുന്നു. തുടർന്ന് നമ്മൾ ഒന്നുകൂടി മുകളിലേക്ക് പ്രസ് കഴിഞ്ഞാൽ ആ ഇൻഡിക്കേറ്ററിൽ ഓഫ് ആവും. അത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്നും ഇടത് ഭാഗത്തേക്കാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ, മുകളിലേക്കാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇടത് ഭാഗത്തേക്കുള്ള ഇൻഡിക്കേറ്ററുകൾ ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ റോഡിൽ നിർത്തിയിരിക്കുന്ന സ്ഥലത്തുനിന്നും റോഡിലേക്ക് കയറുന്ന സമയത്ത് ഇടത് ഭാഗത്തുനിന്ന് വലത് ഭാഗത്തേക്ക് കയറുകയാണെങ്കിലോ തിരിക്കുന്ന സമയത്തൊക്കെ ഈ രീതിയിൽ ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കുക. ഈ സ്വിച്ചിൽ താഴേക്ക് പ്രസ് കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക് തിരിയുന്നതിനും മുകളിലേക്കാക്കിയാൽ അതിന് ഓഫ് ആവുന്നതും, തുടർന്ന് നമ്മൾ ഇടത് ഭാഗത്തേക്കാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് ഓൺ ആവുന്നതുമായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഓൺ ആവും. അപ്പോൾ ഇതാണ് ഇൻഡിക്കേറ്ററിന്റെ പൊസിഷൻ വരുന്നത്. തുടർന്ന് ഇതിൽ തന്നെ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാർക്ക് ലൈറ്റുകൾ കത്തുന്നതിനുള്ള ഒരു സ്വിച്ചാണുള്ളത്. ഇത് തിരിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ പാർക്ക് ലൈറ്റുകൾ കത്തുന്നതായിരിക്കും. തുടർന്ന് ഒന്നുകൂടി തിരിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഹെഡ് ലൈറ്റുകളും ഇതിൽ തന്നെ നിങ്ങൾക്ക് കത്തിക്കുവാൻ സാധിക്കും. ഇങ്ങനെ കത്തിക്കിടക്കുന്ന ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് തിരിച്ചിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഓഫ് ആവുന്നതാണ്. കൂടാതെ ഇതിൽ തന്നെ ഒരു പൗസ് ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലരും വാഹനം ഓടിച്ചു വരുമ്പോൾ എതിരെ വരുന്ന വാഹനത്തിനെ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് കാണിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതായത് അവർ ഓപ്പോസിറ്റ് കയറി വരും എന്നുള്ളതിനുള്ള ഒരു സിഗ്നലാണ് തരുന്നത്. നമ്മൾ കടന്നു പോകുന്നതിനായി ഈ ഒരു പാസ് ലൈറ്റ് പ്രസ് ചെയ്യുന്നതിനായി ഇതിങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാസ് ലൈറ്റിന് വേണ്ടിയിട്ടും ഇതേ സ്വിച്ചിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ നമ്മൾ രാത്രിയൊക്കെ വാഹനം ഓടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഹെഡ്ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. ഡിമ്മും ബ്രൈറ്റും എന്ന് പറയുന്ന ഫംഗ്ഷനും ഇതേ സ്വിച്ചിൽ തന്നെയാണ് വരുന്നത്. ഇത് താഴേക്ക് മുകളിൽ ഇങ്ങനെ പ്രസ് കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഡിമ്മും ബ്രൈറ്റും ഇതിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ സ്വിച്ച് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സ്വിച്ചിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് നമ്മൾ അതുപോലെ മറു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലൊരു സ്വിച്ച് കാണുവാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ വൈപ്പറിന്റെ, അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള വൈപ്പർ ബ്ലേഡുകളുണ്ട്. നിങ്ങൾക്കറിയാം നമ്മൾ മഴയത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണിത്. ഇത് താഴേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഇന്റർവൽ, ലോ, ഹൈ എന്നിങ്ങനെ പല പല പൊസിഷനിൽ നിങ്ങളുടെ വൈപ്പറുകൾ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇതിനുള്ളൊരു സംവിധാനമാണിത്. കൂടാതെ ഇതിങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഫ്രണ്ടിലുള്ള ഒരു ക്യാനിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നത് ഉപയോഗിച്ച് നമ്മുടെ വൈപ്പറിലെ വെള്ളം മുകളിലേക്ക് തെറിപ്പിക്കുകയും നമുക്കങ്ങനെ ഈ വാഹനത്തിന്റെ ഗ്ലാസ് കഴുകുന്നതിനും ഈ ഒരു സെക്ഷനിൽ കൂടി ഉപയോഗിക്കുവാൻ സാധിക്കും. അടുത്ത നമ്മൾ സ്റ്റിയറിംഗിന് മുകളിലായി നമ്മുടെ വാഹനത്തിന് ഹോൺ ഉണ്ടാവും. നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഹോണിന്റെ ഒരു എംബ്ലോക്ക് ഉണ്ടാവും. നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലോ മധ്യത്തായി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിൽ ഹോൺ വർക്ക് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. നമ്മൾ ഓടിക്കുന്ന കാറിലാക്കി നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിന്റെ ഹോൺ വരുന്നത് ഇവിടെയാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ വാഹനത്തിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിട്ട് പുറത്ത് ഭാഗത്തായി 2 മിററുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അത് ലെഫ്റ്റിലും റൈറ്റിലുമായി ഉണ്ടാവും. നമ്മുടെ പുറകിൽ നിന്നുള്ള വാഹനങ്ങളെ കാണുന്നതിനായിട്ടാണ് ഈ 2 മിററുകൾ ഉപയോഗിക്കുന്നത്. ഔട്ട്സൈഡ് റിയർ വ്യൂ മിററുകൾ എന്നാണ് ഈ 2 മിററുകളെയും അറിയപ്പെടുന്നത്. തുടർന്ന് ഇത് കൂടാതെ നമ്മുടെ വാഹനത്തിന്റെ ഫ്രണ്ടിലായി മധ്യഭാഗത്തായി നമുക്കൊരു റിയർ വ്യൂ മിററും കാണുവാൻ സാധിക്കും. നിങ്ങളൊരു വാഹനം ഓടിച്ച് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ഒരു 5 സെക്കൻഡിൽ അല്ലെങ്കിൽ 10 സെക്കൻഡിൽ നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പുറകിലേക്കുള്ള ഈ 3 മിററിൽ കൂടെയും നിങ്ങൾ കണ്ണുകൾ എത്തുന്ന രീതിയിൽ നിങ്ങൾ ആദ്യം പരിശീലിക്കുക.
കൂടാതെ നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മിററുകൾ നിങ്ങൾ സീറ്റിലിരുന്ന് കൃത്യമായി നോക്കുന്ന സമയത്ത് തല ചരിക്കാതെയും വാഹനത്തിൽ നമ്മുടെ ശരീരം വളയ്ക്കാതെയും കൃത്യമായി മിററുകൾ കാണുന്ന രീതിയിലായിരിക്കണം മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഈ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിന്റെ പുറകിലെ ഡോർ ഹാൻഡിലും വാഹനത്തിന്റെ 20% കാണുന്ന രീതിയിലും ബാക്കിയുള്ള 80% പുറത്തേക്കുള്ള ഭാഗം കാണുന്ന രീതിയിലുമായിരിക്കണം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇടത് ഭാഗത്തെയും വലത് ഭാഗത്തെയും മിററുകൾ ആ രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഈ ഡോർ ഹാൻഡിൽ കാണണമെന്ന് പറയുന്നത് ഡോർ ഹാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വാഹനത്തിന്റെ ബാക്ക് വീല് വരുന്നത് ഏകദേശം അവിടെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ മിററുകൾ അഡ്ജസ്റ്റ് ചെയ്യുവാൻ ശീലിക്കുക. ഇതാണ് മിററിനെ കുറിച്ച് ഫസ്റ്റ് ഫേസിൽ പറയാനുള്ളത്. നമ്മളിപ്പോൾ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മളിപ്പോൾ വാഹനം മുന്നിലേക്ക് എടുക്കുകയോ പുറകിലേക്ക് എടുക്കുകയും ചെയ്യുന്നില്ല. പക്ഷെ നമുക്കൊന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിലുള്ള വാഹനമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ വാഹനം. നിങ്ങൾ ഓടിക്കാനൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി ശ്രദ്ധിക്കുക. നമുക്കൊന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിനെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്ക് ഓൺ ആണോ എന്ന് ശ്രദ്ധിക്കുക. വാഹനത്തിന്റെ ഹാൻഡ് ബ്രേക്ക് ഓൺ ആണോ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ കാലുകൾ ആദ്യം ക്ലച്ച് പൂർണ്ണമായി അമർത്തുക. തുടർന്ന് നിങ്ങൾ ബ്രേക്ക് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ബ്രേക്കും ക്ലച്ചും പൂർണ്ണമായും അമർത്തി പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിയർ ന്യൂട്രൽ ആണോ എന്ന് കൂടി ഒന്ന് കൺഫേം ചെയ്യുക. ഹാൻഡ് ബ്രേക്കിൽ നിർത്തിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങളുടെ വാഹനത്തിന്റെ വലത് ഭാഗത്തായി ഇതുപോലൊരു പൊസിഷൻ ഉണ്ടാവും സാധാരണയുള്ള വാഹനങ്ങളിൽ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കീ നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നു. നമ്മുടെ കീ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 സെക്ഷനിലായാണ് വാഹനം സ്റ്റാർട്ട് ആവുന്നത്. അതിന് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റിയറിംഗ് അൺലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് അൺലോക്ക് ചെയ്യുന്നു. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ഇതിനകത്തുള്ള ഇഗ്നീഷൻ ഓൺ ആക്കുന്നതിനുള്ള അടുത്ത സെക്ഷനാണ്. ഇഗ്നീഷൻ ഓൺ ആയി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാം, നമുക്ക് ചില സ്വിച്ചുകളും ലൈറ്റുകളൊക്കെ ഇവിടെ കത്തിയിരിക്കുന്നതായി മനസ്സിലാക്കാം. തുടർന്ന് നമ്മൾ അടുത്ത് ക്ലച്ചും ബ്രേക്കും പൂർണ്ണമായും അമർത്തി പിടിച്ചുകൊണ്ട് വാഹനം നമ്മൾ ജസ്റ്റ് ഒരു 3 സെക്കൻഡിനകത്ത് സ്റ്റാർട്ടാവുന്ന രീതിയിൽ നമ്മൾ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു വാഹനം ഓടിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ചധികം കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടായ വാഹനത്തിനെ നമുക്കിങ്ങനെ കുറച്ച് നേരം നിർത്തി വേണമെങ്കിൽ നിങ്ങൾ ന്യൂട്രലാണ്, ഹാൻഡ് ബ്രേക്ക് ഓൺ ആണ്, ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൈസ് ചെയ്തൊക്കെ നോക്കാം. ക്ലച്ചിലും ബ്രേക്കിലും ഒക്കെ ഒന്ന് കാലൊക്കെ അമർത്തി നോക്കാം. ഇതൊക്കെ ചെയ്ത് തിരിച്ച് നമുക്ക് അതുപോലെ തന്നെ വാഹനത്തിന്റെ ഈ ഒരു സ്വിച്ചിൽ തന്നെ തിരിച്ചിങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം ഓഫ് ആവുന്നതാണ്. ഒന്നുകൂടി തിരിച്ച് അകത്തേക്കൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഒന്നുകൂടി തിരിച്ചിട്ട് ഇത് ലിവർ ഇങ്ങനെ ഊരിയെടുക്കുവാൻ സാധിക്കും. തുടർന്ന് നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്നൂടെ നോക്കുന്നു. തുടർന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഗിയർ ഫസ്റ്റ് അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം വാഹനം സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു വാഹനം ഓടിക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്കായി മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് ഏകദേശ രൂപം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി കിട്ടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വയ്ക്കുക. തുടർന്ന് എന്തായാലും ഞാൻ വീഡിയോയിൽ ഇടുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓടിക്കാൻ പഠിക്കുന്ന ഒരാളാണെങ്കിൽ, പഠിക്കുവാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ സംശയങ്ങൾ താഴെയായി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും.